പഞ്ചാഗ്നിയിൽ കൊടും ചതിക്ക് കളമൊരുങ്ങുന്നു. അഭിമന്യുവിനെ പ്രേമിച്ച് ചതിക്കാൻ ദിവ്യപ്രഭ. പ്രതികാരം ബലപ്രയോഗത്തിലൂടെയായാൽ തനിക്ക് അഭിമന്യുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ദിവ്യപ്രഭ അഭിമന്യുവിനെ സ്നേഹിച്ച് അഭിമന്യുവിൻ്റെ ഇഷ്ടം പിടിച്ചുപറ്റിയതിന് ശേഷം ചതിക്കാമെന്നാണ് പുതിയ പ്ലാൻ കേട്ടോ. ഒപ്പം അമൃതയോടൊപ്പം സന്തോഷത്തിലിരിക്കാൻ അഭിമന്യുവിനെ അവൾ വിടത്തുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദിവ്യപ്രഭ ആ ഒരു കൂട്ടുകാരോട് തൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുകയും ഒരു കൊലയാളിയുടെ മകനാണ് തന്നെ കെട്ടാനും വന്നത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നൊരു സമയത്താണ് നമ്മുടെ അഭിമന്യുവും അമൃതയും തമ്മിൽ ആ ബീച്ചിൻ്റെ അവിടെ സംസാരിച്ച് നിൽക്കുന്നത് താൻ കാണുന്നത്, തൻ്റെ കണ്ണിൽ പെടുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ദിവ്യപ്രഭ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണോ, ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നിട്ടും മനഃപൂർവ്വം എന്നെ പറഞ്ഞ് ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെയുള്ളൊരു ആ ഒരു പക നമ്മുടെ ദിവ്യപ്രഭയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ്. പക്ഷെ ദിവ്യപ്രഭയ്ക്ക് അറിയാം ആ ഒരു ബലപ്രയോഗത്തിലൂടെയോ നേരിട്ടുള്ള ഒരു എന്താ പറയുക മത്സരത്തിലൂടെയോ ഒന്നും നമ്മുടെ അഭിമന്യുവിനെ തോൽപ്പിക്കാൻ തനിക്ക് സാധിക്കില്ല. അപ്പോൾ ഒരു പുതിയ നാടകം പുറത്തെടുക്കുകയാണ്, ഒരു പ്രണയ നാടകം. അതേ കൂട്ടുകാർ, അതിൽ നമ്മുടെ അഭിമന്യു വീടും അഭിമന്യുവിൻ്റെ മനസ്സിൽ ഓൾറെഡി അമൃതയുള്ളത് കൊണ്ടും പിന്നെ ഒരു സിമ്പതി മാത്രമായിരിക്കും നമ്മുടെ ദിവ്യപ്രഭയോട് അഭിമന്യുവിന് തോന്നുന്നത്. തൻ്റെ ഒരു അച്ഛൻ തന്നെയാണല്ലോ ദിവ്യപ്രഭയുടെ അച്ഛൻ ഇല്ലാതാക്കിയത് എന്നുള്ളൊരു സിമ്പതിയുടെ പുറത്ത് അഭിമന്യുവിനെങ്ങാനും നമ്മുടെ ദിവ്യപ്രഭയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ നമ്മുടെ അഭിമന്യുവിനെയും അമൃതയും ചതിച്ച് ഇല്ലാതാക്കാൻ തന്നെയായിരിക്കും നമ്മുടെ ദിവ്യപ്രഭയുടെ ശ്രമം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.